തീർച്ചയായിട്ടും ചികിത്സ വൈകി എന്നുള്ളത് സത്യമാണ്. മലയുടെ മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മലയല്ല, പൂർണ്ണമായി കൃഷിഭൂമി ഉള്ള ഒരു സ്ഥലമാണ്. കൊക്കോ തോട്ടങ്ങളും തെങ്ങും മറ്റുള്ള മരങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലം. ഞാൻ ആ സ്ഥലത്ത് പോയി ആ സ്ഥലം കണ്ടിട്ട് വരുന്നതാണ്. ആ സ്ഥലത്താണ് ഈ മൃഗം ഈ മനുഷ്യനെ ആക്രമിച്ചിരിക്കുന്നത്. ദയനീയമായ ഒരു കാഴ്ച. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ഈച്ചയും അതുപോലെ തന്നെ ഉറുമ്പുകളും കൂട്ടിപ്പിടിച്ച് രക്തം ആർത്തിയോടെ കുടിക്കുന്ന ഒരു സംവിധാനം. അവിടെ മലയോര കർഷകൻ്റെ രക്തമാണ് ഈ വീണ് കിടക്കുന്നത്. കണ്ടിട്ട് ദുഃഖം അത് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്കാണ് വന്നത്. എത്ര കർഷകരുടെ രക്തമാണ് ഈ നമ്മുടെ മലയോരങ്ങളിൽ വീഴുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ, ഈ മലയോര കർഷകരെ സംരക്ഷിക്കാൻ ആരും ഒരു ഭരണകൂടങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ദയനീയമായ കാഴ്ചാവസ്ഥയാണ്. അവിടെ ആ കൃഷിഭൂമിയിൽ കൊക്കോ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരൊറ്റ കൊക്കോ ഇല്ല. ആ കൊക്കോ മരത്തിൽ ഒരു കൊക്കോ ഇല്ല. അവിടെ മലയണ്ണാനായിട്ടും ആനയായിട്ടും പന്നിയായിട്ടും കുരങ്ങായിട്ടും എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. മരങ്ങൾ നിറയെ നിൽക്കുമ്പോഴും തെങ്ങിൻ്റെ മണ്ടയിലും ഒരു തേങ്ങ പോലും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നത് പറിക്കാൻ പോയി 10-20 തേങ്ങ പൊതിച്ച് ഒരു ചുമടായിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ആന ആക്രമിച്ചത്. ആ തേങ്ങ ഒരു ഭാഗത്ത് കിടക്കുന്നു, അദ്ദേഹം കൊണ്ടുവന്നൊരു ബാരൽ വേറൊരു ഭാഗത്ത് കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് രണ്ടും അവിടെ കിടക്കുന്നു. രക്തം ഒഴുകി മണ്ണ് കുതിർന്ന് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാറി നിലവിളിച്ച് താഴെയുള്ള ആളുകൾ ഓടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്നിട്ടും ആ മൃഗം അവിടെ നിന്നു എന്നുള്ളത് ഭയങ്കര ദയനീയാവസ്ഥമായ ഒരു കാര്യമാണ്. ആരുണ്ട് സഹായിക്കാൻ ഈ മലയോര കർഷകരെ? വേദനയോടുകൂടി ചോദിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നല്ലതാണ്, രാജ്യം ഭരിക്കേണ്ടവരുമാണ്. പക്ഷേ അത് ഈ മലയോര കർഷകൻ്റെ വേദനകളും വിഷമങ്ങളും കാണാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാളെ ഹർത്താൽ പ്രചരിക്കുകയാണ്. 2 മുന്നണി. ഒന്ന് വിചാരിച്ചു നോക്കും, ആ മനുഷ്യൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ഒരു പ്രതിഷേധ സ്വരം ഞങ്ങൾക്കൊന്ന് പുറത്തുവിടാൻ പോലും സമ്മതിക്കാതെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മലയോര കർഷകൻ്റെ വേദന ഞങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഇലക്ഷൻ ആയതുകൊണ്ടോ? ഞങ്ങൾക്കൊരു ഇലക്ഷനും വിഷയമില്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ആനയോടും പോത്തിനോടും കന്നുകാലികളോടൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറയട്ടെ, ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഉപദ്രവിക്കാതെ. ഒരു പ്രസ്ഥാനത്തെ ഞാൻ എതിർത്ത് പറയുന്നില്ല. ഭരണകക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റാണ്. 72-ൽ കൊണ്ടുവന്നിരിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം തന്നെയാണ് ഈ കർഷകർ ഇതുപോലെ മുച്ചൂടും നശിച്ച് 4-5 കിലോമീറ്റർ വനാതിർത്തിയിൽ നിന്നും ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ഒരു സെൻറ്റ് ഭൂമിയിൽ പോലും കാലുകുത്തി ഒരു പകൽ പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യൻ 70 വയസ്സോളമുള്ള ആ മനുഷ്യന് നേരത്തെ പ്രതിഷേധിച്ചവർ കോൺഗ്രസ് ആണല്ലോ അവിടെ സമരം ഏറ്റെടുത്തത്. അവരുടെ ആവശ്യവും അതായിരുന്നു. 50 ലക്ഷം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. എബ്രഹാമിൻ്റെ ഭാര്യ പക്ഷാഘാതം വന്ന കിടപ്പിലാണ്. അതീവ ദയനീയ അവസ്ഥയിൽ കടുത്ത ദാരിദ്ര്യത്തിൽ കൂടിയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? മാത്രമല്ല, ഈ കാട്ടുപോത്തിൻ്റെ ശല്യം നേരത്തെയും പരാതിപ്പെട്ടപ്പോൾ എന്താണ് വനംവകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി? ഈ കാട്ടുപോത്തിൻ്റെ ശല്യം ഇതിനു മുന്നും തന്നെ വനംവകുപ്പിനോട് പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ടൂറിസം ഏറ്റവും മുകളിൽ KSEBയുടെ ടൂറിസം നടക്കുന്ന ഭാഗത്ത് ഇതിനു മുന്നും ഈ മൃഗം തന്നെ ആയിരിക്കാം ഒരു സ്ത്രീയെ കുത്തി 3ഓളം വാരിയലുകൾ പൊട്ടിക്കുകയും ഒരു കുഞ്ഞിനെയും ആക്രമിച്ചതാണ്. അന്ന് തന്നെ വളരെ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്നലെ വേറെ ഒരു മൃഗം കൂരാച്ചുണ്ട് അങ്ങാടിയുടെ അടുത്ത ഭാഗങ്ങളിൽ കൂടി അതിശക്തമായിട്ട് ഈ ഒരു ദിവസം ഫുള്ളായിട്ട് അതിൻ്റെ പുറകെ ആട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതാണ് അതിനെ വെടിവെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന്. ഇവർ യാതൊരു വിധത്തിലും മനുഷ്യന് കൊടുക്കുന്ന ഈ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ 10-1 പോലും ഒരു അവകാശം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാതെ മൃഗങ്ങളെ മാത്രം പോറ്റി വളർത്തുന്ന ഈ സംവിധാനമാണ് ഇവിടെയുള്ളത്. എന്ത് മറുപടിയാണ് തരുന്നത്? ആരാണ് നമ്മളൊന്ന് ഫോൺ ചെയ്താൽ പോലും ആരാണ് എടുക്കാനുള്ളത്? ഇന്ന് തന്നെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ അവിടെ ചെല്ലുമ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസാണ് കാണുന്നത്. ആരോടാണ് സംസാരിക്കുന്നത്? ഇന്ന് വെടിവെക്കാൻ വേണ്ടി കലക്ടർ ഓർഡർ ഇട്ടൊന്ന് മാധ്യമങ്ങൾക്കൂടെ അറിയാൻ സാധിച്ചു. അങ്ങനെ വെടിവെക്കാൻ പറയാൻ കലക്ടർക്ക് അധികാരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഡം പറയുന്നത് തെറ്റാണ്. ചില മൃഗങ്ങളെ മാത്രമേ വെടിവെക്കുന്നതിന്, ആന കടുവ പോലുള്ള മൃഗങ്ങളെ വെടിവെക്കുന്നതിന് അധികാരമില്ലാണ്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കർണാടകത്തിലുള്ള അധികാരം
അതുപോലെ തന്നെ ഡൽഹിയിൽ നീലക്കാള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ല ശ്രീ അത് ജോയ് ഇതുപോലെ കണ്ണഞ്ചിറ, തന്നെ ഒരു മൃഗമാണ്. അതിനെ വെടിവെക്കാൻ അവിടെ അധികാരമുണ്ട്. വെടിവെച്ചുകൂടാ എന്നല്ല ഞാൻ പറഞ്ഞത്. കളക്ടർക്ക് ഉത്തരവിടാൻ അധികാരമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിൽ ചില പരിമിതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു, അതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട്. ഒരു ജില്ല ഞാൻ ചോദിക്കട്ടെ, ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് എന്താണ് അതിന് അധികാരമില്ലാത്തത്? ഇവിടെ മനുഷ്യനെ വെടിവെക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് ഉണ്ടോ മാഡം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെ വെടിവെക്കാൻ അധികാരമുണ്ട്. ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്നാൽ പിന്നെ നമ്മുടെ നിലമ്പൂർ മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നില്ലേ? അതെന്തെങ്കിലും അധികാരത്തിൻ്റെ പുറത്താണോ? പോലീസുകാർക്ക് അതിനുള്ള അധികാരമില്ലേ? കളക്ടർക്ക് അതിന് അധികാരമില്ലേ? പിന്നെ ഒരു മൃഗത്തെ വെടിവെക്കാൻ കളക്ടർക്ക് അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഏത് നിയമമാണ് വ്യാഖ്യാനിക്കുന്നത്? വളരെ കൃത്യമായിട്ട് പരിസ്ഥിതി സ്നേഹികൾ ആവശ്യമില്ലാത്ത ഓരോരോ കേസുകൾ കൊണ്ട് കോടതിയിൽ ചെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോരോ വിധികൾ സമ്പാദിക്കുന്നതാണ് ഇതിനെല്ലാം കാരണം. അതിനെ പ്രതികരിക്കാൻ കർഷകന് ഒരു സംവിധാനമില്ല. ആ സംവിധാന കുറവ് കൊണ്ടാണ് ഈ പരിസ്ഥിതിവാദികളും മറ്റുള്ള ആളുകളും ഈ രീതിയിൽ കർഷകരെ മുടിപ്പിക്കുന്നത്. ഇതിനെതിരെ ജനരോഷമുയരും, ഒരു സംശയമില്ല. കർഷക രോഷമുയരും. ഞങ്ങൾ പ്രതികരിച്ചേ തീരൂ. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളിൽ ഓരോന്നോരോന്ന് ചാകുകയാണ്. മാഡം, ഞാൻ നാളെ ഒരു അപേക്ഷ കൊടുക്കാൻ പോവുകയാണ് ജില്ലാ കളക്ടർക്ക്. എൻ്റെ ഒരു അവകാശി സർട്ടിഫിക്കറ്റ് എനിക്ക് തരണമെന്ന്. കാരണം നാളെ എന്നെ ഈ മൃഗം കൊന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മൃഗം കൊന്നിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് പോലും വേണ്ടി ഞാൻ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവരോ പോയി അവരുടെ അടുത്ത് യാചിച്ച് നിന്ന് കാല് പിടിച്ച് ആ സാധനം മേടിക്കണം. അതിനേക്കാൾ നല്ലത് ഞാനൊന്ന് മേടിച്ച് ആദ്യം തന്നെ ഒരു അപ്പീൽ എടുത്തിട്ട് ഞാൻ ഈ സാധനം മേടിച്ച് വെച്ചാൽ എൻ്റെ മക്കൾക്ക് അന്നേരമെങ്കിലും കൊടുക്കുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നാളെ കളക്ടർക്ക് ഞാൻ ഒരു അപേക്ഷ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അപേക്ഷ കൊടുക്കുകയാണ്. കർഷകരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. ഇത് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ ആരോട് ചോദിക്കും? ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? പിന്നെ ആ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചതിനെ ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഇത്രയും ദയനീയമായ ഒരു കുടുംബം ആ മലമണ്ടയിൽ താമസിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് 10-70 വയസ്സായി, താഴെ വരാൻ പോലും പറ്റില്ല. എന്നിട്ട് ഞങ്ങളുടെ പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. തളർന്നു കിടക്കുന്ന ഒരു ഭാര്യ, 3 മക്കൾ. അതിൽ ഒരാളുടെ ഒരു പെൺകുട്ടിയും ബാക്കി 2 ആൺകുട്ടികളും. ഒരാൺകുട്ടിയാണ് ബാംഗ്ലൂരാണെന്നുള്ളത്. വലിയൊരു ജോലിയൊന്നുമില്ല. ഒരാൾ ഇതിലൂടെ കൂലിപ്പണി എടുത്തിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കാരണം ആവശ്യത്തിലധികം 3 ഏക്കറോളം ഭൂമിയുള്ളത് 3 ഏക്കർ മുഴുവൻ കൃഷിയുള്ള ഒരു ഭൂമിയിൽ നിന്നും അതിനുള്ള ആദായം കിട്ടാതെ വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ വനം വകുപ്പിനാണ്. വനം വകുപ്പിൻ്റെ മൃഗങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് വനം വകുപ്പ് മന്ത്രിക്ക് അതറിയണം. മന്ത്രി വനം എന്താണെന്ന് അറിയത്തില്ലാത്തൊരു മന്ത്രി വനം വകുപ്പ് ഭരിച്ചാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ എല്ലാം ഗതി ഇത് തന്നെയാണ് മാഡം. ഞങ്ങളെല്ലാവരും ചാകും, കൊല്ലും. ചാകുകയല്ല, കൊല്ലും. കൊന്നിട്ട് ആ ശവമാണ് നിങ്ങളെല്ലാം കാണേണ്ടത്. ഞാനിന്ന് കണ്ട ആ രക്തം, ആ ഉറുമ്പും ഈച്ചയും പിടിച്ചു കിടക്കുന്ന രക്തം എൻ്റെയും എന്നെ പോലുള്ള കർഷകരുടെയും രക്തം വന്ന് വീഴും, ഒരു സംശയവുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പറമ്പിൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആന ഇറങ്ങിയ ചരിത്രം ഞാൻ 62 വയസ്സിനിടയിൽ കേട്ടിട്ടില്ല. മാഡത്തിനറിയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ പറമ്പിൽ ആന ഇറങ്ങാത്ത ദിവസങ്ങൾ വളരെ പരിമിതം. ഞാൻ മന്ത്രിയെ നേരിട്ട് വിളിച്ചു, ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, എല്ലാ ആളുകളെയും ഞാൻ വിളിച്ചു. ഒരു നടപടികളുമില്ല. ഇന്നലെയും ഉണ്ട് ആന. Debate with Smriti Parithikad.